തന്നെയാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തർക്കമുണ്ടോ? ഏതെങ്കിലും UDF കാരനോ മുസ്ലിം ലീഗുകാരനോ ഇതെന്തെങ്കിലും നിസ്സംശയം പറയാണ്ടതുണ്ടോ? സംശയിച്ച് നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വികസനം നടപ്പിലാകുന്നില്ല, ഏതെങ്കിലും പദ്ധതികൾ നടപ്പിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു UDF കാരനോ മുസ്ലിം ലീഗുകാരനോ സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? വരുത്തിയിട്ടില്ല. കാരണം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റാണ്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെന്റാണ്. ആ വികസനം എന്തെന്ന് ജനങ്ങൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുന്ന ഗവൺമെന്റാണ്. എന്നാൽ ഈ വികസനങ്ങൾ, ഈ പദ്ധതികൾ ഒരു മണ്ഡലത്തിനകത്ത് വികസനത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ കേരളത്തിനകത്ത് 140 മണ്ഡലത്തിനകത്ത് എത്ര കോടി ചെലവഴിച്ചിട്ടുണ്ടായോ? ഖജനാവിൽ പൈസ കുറഞ്ഞിട്ടില്ലല്ലോ, ട്രഷറിയിൽ പൈസ കിട്ടാതായിട്ടില്ലല്ലോ, പെൻഷൻകാരന്റെ പെൻഷൻ പിടിച്ചു വെച്ചിട്ടില്ലല്ലോ. പെൻഷൻകാരന്റെ പെൻഷൻ പിടിച്ചു വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏത് പെൻഷനാണ് വർദ്ധിപ്പിക്കാത്തത്? 150 രൂപ പെൻഷനായിരുന്നത് ഏതെങ്കിലും ഇപ്പൊ ഉണ്ടോ? 150 രൂപയായി. എല്ലാം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. 10%, 20% അല്ല, 150 രൂപയിൽ നിന്ന് 300 രൂപയാക്കി പെൻഷന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും വിവിധ പെൻഷനുകൾ കൂട്ടി എന്ന് മാത്രമല്ല, ഈ ഓണത്തിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടാണ് സർക്കാർ നിൽക്കുന്നത്. എന്താ? 3 മാസത്തെ പെൻഷൻ മുൻകൂട്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുക. എന്നിട്ടോ 3 മാസത്തെ പെൻഷൻ മുൻകൂട്ടി വാടിച്ചതിന് ശേഷം ആ കർഷക തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും അടങ്ങുന്ന ഈ തൊഴിലാളി വർഗത്തിന്റെ സാധാരണക്കാരന്റെ യാഥാർത്ഥിക കുടുംബത്തിൽ ജീവിക്കുന്നവന് ആ പെൻഷൻ കിട്ടിയാൽ നേരെ പോകുന്നത് ഓണച്ചന്തയിലേക്കാണ്. എന്താ ഓണച്ചന്ത? സഹകരണ മേഖല G. സുധാകരന്റെ നിയന്ത്രണത്തില്ല സഹകരണ മേഖലയാണ്. വികസനമാണ്, വികസനമല്ലേ? ഇതൊക്കെ ചെയ്തിട്ടും ട്രഷറി പൈസ ഇല്ലാതെ വരുന്നില്ല. കേരള സംസ്ഥാനത്തിന്റെ ഖജനാവിൽ പൈസ ഇല്ലാതെ വരുന്നില്ല. ഡോക്ടർ തോമസ് ഐസക് മുതുകാടിന്റെ പരിപാടികളുമായി നടക്കുന്നില്ല, മാജിക്കല്ല. കൃത്യതയോടുകൂടി എവിടുന്നാണ് ധനം സംഭരിക്കേണ്ടത്, എവിടുന്നാണ് ജനങ്ങൾക്ക് ധനം കൊടുക്കേണ്ടത് എന്ന് കൃത്യതയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്ന, തീരുമാനിക്കുന്ന, നയപരമായ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ്. അതാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എന്തെങ്കിലും തർക്കമുണ്ടോ? ഏതെങ്കിലും വകുപ്പ് മിനിസ്റ്ററെ കുറിച്ച് തർക്കമുണ്ടോ? ആരോഗ്യ മേഖല, എന്താ ആരോഗ്യ മേഖലയുടെ സ്ഥിതി? ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ പൊന്നാനി നിയോജക മണ്ഡലത്തിന് എത്ര പേര് എന്നും പൊന്നാനി ആശുപത്രിയെ ഈ വെളിയങ്കോട് നിന്ന് ഏതെങ്കിലും 1, 2, 10 ആളുകൾ ദിവസേന പൊന്നാനി ആശുപത്രി സന്ദർശിക്കാത്തവരുണ്ടോ? 4 വർഷം മുമ്പ് പൊന്നാനി ആശുപത്രിയുടെ സ്ഥിതി എന്തായിരുന്നു പരിശോധിക്കണ്ടേ? ഇപ്പൊ പൊന്നാനി ആശുപത്രിയുടെ സ്ഥിതി എന്താണ്? അവിടെ എന്താണ് സർക്കാർ കാണിച്ചു കൂട്ടിയത്? അവിടെയാണ് പൊന്നാനിയിലെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ മേഖലയിൽ ആവശ്യമായ വികസനം എന്തെന്ന് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റും ഒരു മുന്നണിയും ഇവിടെയുണ്ട്. ആ മുന്നണിയുടെ തീരുമാനപ്രകാരം അവിടുത്തെ ആവശ്യങ്ങൾ എന്തെന്ന് മന്ത്രിസഭയിൽ അറിയിക്കാൻ ഇവിടെ ഒരു MLA ഉണ്ട്. ആ MLAയുടെ കേരള സംസ്ഥാനത്തിനകത്ത് ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനിയുടെ സ്ഥിതി എന്താ? പൊന്നാനി ആശുപത്രിയുടെ ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. സാധാരണ മാർബിളിട്ട ടൈലിട്ട പൊന്നാനി ആശുപത്രി നമ്മൾ കണ്ടിട്ടില്ല. നമ്മളത് കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു കുത്തക മുതലാളിയുടെ ഏതെങ്കിലും മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിലോ മറ്റേതെങ്കിലും മദർ ഹോസ്പിറ്റലിലോ ഒക്കെ പോയിട്ട് വേണോ ആ മാർബിളും ടൈലും കാണാൻ. എന്നാൽ അത് സാധാരണക്കാരനും ആവശ്യമാണ്, സാധാരണക്കാരനും ആ രീതിയിലുള്ള വികസനം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആരോഗ്യ മേഖല. അവിടെ ഡോക്ടർമാരെ കുറവുണ്ടോ? മരുന്നുകളുടെ കുറവുണ്ടോ? ഡിസ്പെൻസറികൾ പരിശോധിക്കുക. അതാണ് ആരോഗ്യ മേഖല. ഏത് ഡിസ്പെൻസറികളിലാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലാം നവീകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുകയാണ്. വികസനമാണത്, ജനപക്ഷ വികസനം. ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ കാണില്ല. കാരണം മുതലാളിത്തത്തിന് വിടുവേല ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ കുത്തക മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിന് ദൃശ്യമാധ്യമങ്ങളോ വാർത്താമാധ്യമങ്ങളോ എന്ന് വ്യത്യാസമില്ലാതെ മനോരമയായാലും ജയ്ഹിന്ദ് ആയാലും ഇന്ത്യ വിഷൻ ആയാലും ഏഷ്യാനെറ്റ് ആയാലും വാർത്താമാധ്യമങ്ങൾ
മാധ്യമങ്ങളായ മാതൃഭൂമിയായാലും മാധ്യമമായാലും കൗമുദിയായാലും ഏതൊക്കെ മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങളെല്ലാം പുരോഗമന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും പുരോഗമന യുവജന വിപ്ലവ പ്രസ്ഥാനങ്ങളെയും ഈ കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്ന ജനങ്ങൾക്ക് ആവശ്യകരമായ പ്രവർത്തനങ്ങളെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും കാണുന്നില്ല. അവർ കാണുന്നത് എന്താ? മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി പ്രതിഷേധിച്ചു, ഉമ്മൻചാണ്ടി നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ രമേശ് ചെന്നിത്തല അപ്പുറത്ത് പത്രസമ്മേളനം വിളിക്കുന്നു. പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നത് എന്താ? ഏതെങ്കിലും രീതിയിൽ ഈ വെളിയങ്കോടോ അല്ലെങ്കിൽ മൊത്തടുത്ത കൊട്ടാരിയിലോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ അക്രമ സംഭവം ഉണ്ടായാൽ അപ്പോ കോൺഗ്രസിന്റെ അധ്യക്ഷൻക്ക് ആകെയുള്ള പത്രസമ്മേളനം നടത്തി പറയാനുള്ള പ്രഖ്യാപിക്കാനുള്ള ഒരു കാര്യമാണ് ജുഡീഷ്യൽ അന്വേഷണം വേണം. അതാണ് മുപ്പരുടെ ഫേവറേറ്റ് ഡയലോഗ്. ഒന്നുകിൽ ജുഡീഷ്യൽ അന്വേഷണം അല്ലെങ്കിൽ CBI അന്വേഷണം. എന്നിട്ട് ഇപ്പോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പുതിയ പ്രക്രിയയുമായിട്ടാണ് UDF വന്നിരിക്കുന്നത്. എന്താ LDFന്റെ ദുർഭരണം? എന്താണ് LDFന്റെ ദുർഭരണം? ഞങ്ങൾ ചോദിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് അത് പരിശോധിക്കുക. പിന്നെ എന്താ CPMന്റെ അക്രമം? യൂത്ത് ലീഗുകാരാ, മുസ്ലിം ലീഗുകാരാ, കോൺഗ്രസുകാരാ, UDFകാരാ നിങ്ങൾ ഈ രാജ്യത്തെ അക്രമം നടത്തുന്നതോ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതോ ആരെന്ന് കാണുന്നില്ലേ? എന്നിട്ട് അതിനെ നഖശികാന്തം എതിർക്കുകയും അതിന് ഉച്ചസ്ഥരം പകൽ വെളിച്ചത്തിൽ വന്ന അതെതിരാണെന്ന്, അത് രാജ്യദ്രോഹമാണെന്ന്, ഇത് തീവ്രവാദമാണെന്ന് പറയാൻ കഴിവുള്ള ഒരു സംഘടനയെയും പ്രസ്ഥാനത്തെയും കരിവാരിച്ചേൽക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? എന്തിനു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കു വേണ്ടിയാണ്? ഇവിടെ അക്രമം CPM ആണോ നടത്തുന്നത്? അക്രമം CPM ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിൽ വാർത്താമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ദൃശ്യമാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും കൃത്യതയോട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ CPM അല്ല അക്രമം. അതിന്റെ കൃത്യതയോടുകൂടി അതിന്റെ സംസ്ഥാന ഘടകത്തിൽ വരെ അന്വേഷണം വെച്ച് നിൽക്കുന്നു രാജ്യദ്രോഹപരമായ കുറ്റങ്ങളിൽ. എന്നിട്ടും UDFനും ലീഗിനും മാന്യമായി വ്യക്തതയോടുകൂടി ഇത് തീവ്രവാദ സംഘടനയാണ്, ഇത് നിരോധിക്കേണ്ടതാണ് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ലാതെ അത് സർക്കാരിന്റെ പരിഗണനയിലാണ് ആ വിഷയം കിടക്കുന്നത് എന്ന് പറഞ്ഞു പോകുന്ന പാലക്കാട് ജനങ്ങള്, അത് സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് പറഞ്ഞു പോകുന്ന രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, KM മാണി, ഇതാണോ പറയേണ്ടത്? ഇതൊന്നുമല്ല പറയേണ്ടത്. വികസനം എന്തെന്ന് ഈ നാട്ടുകാർക്ക്, ഓരോ പ്രദേശത്തുകാരനും വികസനം എന്തെന്ന് നേരിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി സർക്കാർ നടപടിയെടുക്കുമ്പോ അതെല്ലാം കാണാതിരിക്കാൻ വേണ്ടി, അതെല്ലാം മറിച്ചു കളയാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ പെൺകുത്തുകൾ, അനാവശ്യ വാഗ്വാദങ്ങൾ, അനാവശ്യ ഡയലോഗുകൾ. എന്നാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും മുതലാളിത്ത മാധ്യമങ്ങൾ അതെല്ലാം വെച്ചുപിടിക്കും. കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തളിരിട്ട് വരുന്നത്, അവർക്ക് വളർന്നു വരുന്നത് അവർക്ക് ശത്രുവായിട്ടാണ്. അവർ ശത്രുവായിട്ടാണ് കാണുന്നത്. കാരണം സാധാരണക്കാരന്റെ കൂടെ നിന്ന് സാധാരണക്കാരന് ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി അവർക്ക് വേണ്ടി ശക്തിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാരന് ഈ മാധ്യമങ്ങൾ അംഗീകരിക്കില്ല.